ഞാൻ വീട്ടിൽ നിന്നൊരു കാരണം കൊണ്ട് നാട് വിട്ടപ്പോൾ ഈ ഒരു അമ്മനെ കാണാൻ ഇടയാവുകയും ആ അമ്മയ്ക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുത്തൊരു വീഡിയോയും കൂടിയാണത്. ഞങ്ങളുടെ കാട്ടിൽ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയി കുറച്ച് നേരം സഹായിച്ചിട്ട് എനിക്ക് ചെറിയൊരു മൂഡ് ഓഫ് ഉണ്ട് കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അമ്മ ഞാൻ പഴനി പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കൂട്ടുകാരനെയും കൂട്ടി ഇപ്പോൾ പഴനിക്ക് പോവാണ്. വലുതായിട്ട് മൂഡ് ഓഫ് ഒന്നും ഇല്ല. അമ്മൻ്റെ ഇങ്ങനെ പറഞ്ഞാലേ വിട്ടാക്കുള്ളൂ കേട്ടാ. മാസത്തിൽ 3-4 വട്ടമെങ്കിലും ഞാൻ ഈ സ്ഥലത്തേക്ക് വരും കേട്ടാ. ഇവിടെ വന്ന രാത്രി ഇതുപോലെ നല്ല തട്ടുദോശയൊക്കെ വഴിയരികിൽ ഇരുന്നിട്ട് ഇതുപോലെ കഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആരെങ്കിലും ഭക്ഷണം കഴിക്കാത്തവരുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും. പൈസ കയ്യിലുണ്ടെങ്കിൽ പോലും റൂം എടുക്കില്ല കേട്ടാ. ഇതുപോലെ അമ്പലത്തിട്ടിൽ പോയിട്ട് ഇതുപോലെ കടന്നുറങ്ങും. എന്നാലാണ് അതിന്റെ ഒരു ഫീല് കിട്ടുക. കൊതുക് ശല്യം ഉണ്ടെങ്കിൽ ടൈം പാസിന് ഇരുന്ന് ഇതുപോലെ 10-20 കൊതുകിനെങ്കിലും കൊന്നുണ്ടാവും. പിന്നെ രാവിലെ എണീറ്റിട്ട് വെറുതെ ഒന്ന് കറങ്ങുമ്പോഴാണ് ഈ കാണുന്ന ഒരു അമ്മനെ ഞാൻ കണ്ടത്. ഇവിടെ ഒരുപാട് പേര് ഇതുപോലെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഉള്ള 10-20 ഇതുപോലെ എപ്പോഴും ആളുകൾക്ക് കൊടുക്കാറുണ്ട്. അങ്ങനെ വേറെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് അവിടെ പറയുന്നത് കേട്ടത് അമ്മയ്ക്കൊന്നും കൊടുത്തിട്ടില്ല എന്നെങ്കിലൊക്കെ ഇത് കഴിഞ്ഞ് കൊടുക്കണമെന്ന്. ഈ അമ്മന്റെ കഥ കേട്ടപ്പോൾ എനിക്ക് തന്നെ എന്താ പോലെ ഒരു വീഴ്ചയ്ക്ക് ശേഷം ഇടുപ്പിന്റെ താഴെ അനങ്ങാൻ പറ്റാണ്ടായി. ഉള്ള മകനൊന്നും നോക്കുകയും ചെയ്യില്ല, അതുപോലെ കള്ളും കുടിച്ച് നടക്കുകയാണ്. അതിനിടയ്ക്ക് അമ്മയും അച്ഛനും ഒരു കുട്ടിയും കൂടെ പോയപ്പോൾ ആ കുട്ടിൻ്റെ കയ്യിൽ പഠിച്ച് നന്നായി വാട്ടാ അമ്മനെ അച്ഛനെ നോക്കുന്ന അമ്മ പറഞ്ഞു. ഇവന്റെ ഓലക്കൂടയിൽ ആരും സിഗരറ്റ് കത്തിച്ച് കളഞ്ഞപ്പോൾ കത്തിപ്പോയി. ഈ കടക്കാരാണ് അവരെ നോക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ. എപ്പോഴും ഇതുപോലെ ഇവന്റെ കടത്തിണ്ണയിലാണ് ഈ അമ്മ കിടക്കുക. അങ്ങനെ ഞാൻ അമ്മൻ്റെ അടുത്ത് പോയി സംസാരിച്ചിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എപ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ടൈമിക്ക് പോവാണ്. യൂട്യൂബ് വരുമാനം കയറി എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു പങ്ക് അർഹിച്ച ആളുകൾക്ക് കൊടുക്കും. അപ്പോൾ ഈ പങ്ക് ഈ അമ്മയ്ക്ക് ഇരിക്കട്ടെ. അങ്ങനെ ഹോട്ടലിൽ പോയി ഭക്ഷണവും വാങ്ങിച്ച് ഭക്ഷണവും പൈസയും നമ്മൾ അമ്മൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. അത്ര നേരം ഉണ്ടായിരുന്ന അമ്മൻ്റെ മുഖം ഇപ്പോഴുള്ള മുഖം നോക്ക്. പിന്നെ അവന്റെ നോക്കണ കടക്കാരൻ്റെയിലും പോയിട്ട് പൈസ കൊടുത്ത് അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അവൻ്റെയും പൈസ കൊടുക്കുകയാണ്. പാവോ അമ്മ കൈകൂപ്പി തൊഴിൽ കണ്ട പാകം എന്താ പോലെയായി. എന്തായാലും 1-2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഇങ്ങോട്ട് വരും. അന്ന് ഈ അമ്മയ്ക്ക് കുറച്ച് വലുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യണം. ചിലപ്പോഴൊക്കെ അമ്പലങ്ങൾ വരുന്ന പൈസ ഇതുപോലെ അറിയിക്കുന്ന ആളുകൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അവന്റെ അനുഗ്രഹം തന്നെ മതിയാവും ജീവിതം രക്ഷപ്പെടാൻ. നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ ആരെങ്കിലും കണ്ടു എന്ന് പറഞ്ഞാൽ പൈസ ആയിട്ടില്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണങ്ങളും വാങ്ങിച്ചു കൊടുക്കണേ.